മൂവാറ്റുപുഴയിൽ 65 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. 3 പവന്റെ മാലയ്ക്ക് വേണ്ടിയാണ് മൂവാറ്റുപുഴ സ്വദേശി ജോജോ മാതാവ് കൗസല്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. എസ് ശ്യാംകുമാർ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, നാടിനെ നടുക്കിയൊരു കൊലപാതകം, എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് പോലീസ്? ഇന്നലെ രാത്രിയാണ് ഈ 65 വയസ്സുകാരി വീട്ടിനുള്ളിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ കേസിൽ നാട്ടുകാർ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ ഡോക്ടറെ വീട്ടിലെത്തിച്ചിരുന്നു. ഈ ഡോക്ടർക്കുണ്ടായ ചില സംശയങ്ങൾ പോലീസുമായി പങ്കുവച്ചതിനെ തുടർന്ന് പോലീസ് ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്ത് ഞെരിച്ചാണ് മരണം നടന്നിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇതോടെ ഇവരുടെ 2 മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതിൽ ജോജോ എന്ന് പറയുന്ന മകനാണ് പിന്നീട് കുറ്റം സമ്മതിച്ചത്. അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവൻ മാല മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ പോലീസിന് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മാല വീട്ടിലെ കുളിമുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ഉൾപ്പെടെ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇയാൾക്ക് നേരെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. നാട്ടുകാർക്കും ചിലർക്കും ഈ മരണത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അവരും ഇത് പോലീസിനോട് പറഞ്ഞിരുന്നു. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. സ്വന്തം അമ്മയെ മകൻ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തി എന്നുള്ള സംഭവവും അതിൽ അറസ്റ്റിലൂടെയും പുറത്തു വരുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.